ഹലോ, ഇന്നൊരു സ്പെഷ്യൽ സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണേ. ഗസ് ടെൻറ്റണ കൂണാണ്, മഷ്റൂം. അത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പം മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് കൂണ് കിട്ടി. അപ്പം പപ്പി വരുമ്പോൾ കൂണും കൊണ്ടുവന്നു. പപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ കൂണും കൊണ്ടുവന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഇന്നലെ വന്നത്. അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചു. ഇത് സാറ്റർഡേ ഈവനിങ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നാളെ രാവിലേക്കാണ് കൂണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അതെല്ലാവരും കൂടെ സംഘം ചേർന്ന് ആ കൂണ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കൂണ് നേരാക്കുന്നത്. പക്ഷെ എല്ലാവരും കൂടെ ഉണ്ടായപ്പോൾ ഒരു സുഖം. അച്ഛൻ വരുമ്പോൾ എന്ത് ചെയ്തു, കപ്പവറ്റലും കൊണ്ടുവന്നു. അതേ സമയത്താണ് മമ്മിയുടെ ചായം കൊണ്ടുള്ള വരവ്. അപ്പോൾ അതും അകത്താക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ പണി. ഓക്കെ, അങ്ങനെ ഞങ്ങളതൊക്കെ ഫ്രഷാക്കി ഇത് പിറ്റേ ദിവസം രാവിലെയാണ് എല്ലാം നീറ്റാക്കി വെച്ച് കറി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. ഓരോരുത്തരും മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, മാറി മാറി ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കൂടെ എല്ലാ പൊടിയൊക്കെ വാരി വെതറി മിക്സ് ചെയ്ത് കറി ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കറി ഉണ്ടാക്കി. കറിയുടെ കൂടെ നമുക്കുള്ളത് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയും മഷ്റൂം കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കൂടെ നേരം ടേബിളിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം 2 പേർക്ക് ഗ്യാപ്പില്ല. അപ്പം എന്ത് ചെയ്തു, ആ 2 പേരെ ഞങ്ങൾ താഴെ പിടിച്ചിരുത്തി. ഇതേ ഇരിക്കണം അമ്മമാർ. അങ്ങനെ അവരവിടെ ഇരുത്തി, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു. മമ്മി ദോശ മതി എന്ന് പറഞ്ഞു ദോശ ഉണ്ടാക്കാൻ പോയി. ഞാനിതാ ഇഡ്ഡലിയും കൂൺ കറിയും കഴിക്കണു. ബൈ ബൈ.